ജയ്സ, നീ ഇനിയും ഷോ നിനക്ക് എന്താടാ ജയ്സ പറ്റിയേ? നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? നിന്റെ പേഴ്സണൽ പ്രോബ്ലം, നിന്റെ ഡിപ്രഷനൊക്കെ നീ കൊണ്ട് ഓഫീസിലാണോ തീർക്കണ്ടേ? ഇന്ന് ജിം മാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് എന്തായാലും കൈ വിട്ടു പോയേനെ, ഉറപ്പാ. ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ഡാഡി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനിയാ. അതിന് ഞാൻ കാരണം ഒരു പ്രോബ്ലം വരരുത്. ഇനി എന്തൊക്കെ തന്നെ ഡിപ്രഷൻ ഉണ്ടെന്നും ടെൻഷൻ ഉണ്ടെന്നും സങ്കടം ഉണ്ടെന്നും പറഞ്ഞാലും അതൊക്കെ ഈ റൂമിന്റെ ഉള്ളിൽ മാത്രമായിരിക്കണം. പുറത്ത് നീ പണ്ടത്തെ പോലെ തന്നെ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം. നിന്റെ പ്രശ്നങ്ങൾ നിന്റെ ഉള്ളിൽ ഒതുക്ക്. എന്തിനാ ബാക്കിയുള്ളവരും കൂടെ അറിയിക്കുന്നേ? തിരക്കിലാണോ? അല്ല, പറഞ്ഞോ. അല്ല, 2-3 ദിവസമായിട്ട് നീ ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ. എന്തേ, എന്ത് പറ്റി? ഒന്നുമില്ല, വർക്കിന്റെ ചെറിയൊരു പ്രഷർ, അത്രേ ഉള്ളൂ. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്തോ സങ്കടത്തിലിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. എന്താ, ഞാൻ എന്തെങ്കിലും പറഞ്ഞത് നിനക്ക് ഹേർട്ടായോ? അങ്ങനൊന്നുമില്ല, ഓഫീസില് കുറച്ച് വർക്കിന്റെ പ്രഷർ, അത്രേ ഉള്ളൂ. ആണോ? അല്ല, നീ എന്താ എന്നെ കണ്ടിട്ടും ഒരു അഭിപ്രായം പറയാത്തെ? അതാ ചോദിച്ചേ. ഇനിയിപ്പോ എന്നോട് എന്തെങ്കിലും ദേഷ്യത്തിലാണോന്ന്? നിന്നെ കണ്ട് എന്താ അഭിപ്രായം പറയണമെന്നാ? എനിക്ക് മനസ്സിലായില്ല. അത് പിന്നെ നിനക്ക് സാരി ഉടുത്താ വലിയ ഇഷ്ടല്ലേ? അത് മാത്രല്ല, ഇത് നീ എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്ന സാരിയാ. സോ ഇത് ഉടുത്തിട്ടും നീ എന്താ ഒന്നും പറയാത്തേന്ന്? കൊള്ളാം. അതെന്താ ഇത്ര ശോകത്തോടെ പറയുന്ന ജയ്സ? കുറച്ചെങ്കിലും ചിരിച്ചിട്ട് പറയണേ. കൊള്ളാം. അല്ല, ഇങ്ങനെയല്ല. എന്റെ ജയ്സൺ എന്റെ ജയ്സൺ എങ്ങനെയല്ലാന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടത് പഴയ ജയ്സനെയാ. ഈ ജയ്സനെ എനിക്ക് ഇഷ്ടായില്ല. പ്ലീസ്. എന്നാലേ നീ നിന്റെ പഴയ ജെയ്സനെ മറന്നേക്ക്. ഇനി ഈ ജെയ്സനായിരിക്കും മുന്നോട്ട്. എന്താ ജയ്സ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഹേയ്, ഒന്നുമില്ല. നീ പറഞ്ഞതിനുള്ള ഉത്തരം പറഞ്ഞതാ. പിന്നെ നാളെ ഒന്ന് അഡ്വക്കേറ്റിനെ കാണാൻ പോണം. ഒരു 9 മണിയൊക്കെ ആവുമ്പോ തന്നെ റെഡി ആയിട്ട് നിക്ക്. ഞാൻ വന്ന് പിക്കപ്പ് ചെയ്തോളാം. അഡ്വക്കേറ്റിനെ കാണാനോ? എന്തിനെ? അത് പിന്നെ നിനക്ക് ഞാൻ വാക്ക് തന്നതല്ലേ, 6 മാസം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണ്ട, കഴിയണതും പെട്ടെന്ന് തന്നെ ഡൈവേഴ്സിന്റെ കാര്യത്തിൽ തീരുമാനമാക്കി തരാന്ന്. അപ്പോ അതിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോവാനാ. നിനക്ക് എന്റെ കൂടെ വരുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ, ഞാന് ഊബർ എന്തെങ്കിലും ബുക്ക് ചെയ്ത് തരാം. എന്തേ, ബുദ്ധിമുട്ടാണോ? എന്നാ ഞാന് ഊബർ ബുക്ക് ചെയ്യട്ടെ? ഹേയ്, വേണ്ട, ഞാൻ വന്നോളാം. അല്ല, നീ ഹാപ്പി ആയില്ലേ? അത് പിന്നെ എനിക്കറിയാം നീ ഹാപ്പിയാന്ന്. ഇനിയിപ്പോ ഞാനായിട്ട് ചോദിച്ചിട്ട് നിന്റെ ഹാപ്പിനെസ് കളയില്ല. എന്തായാലും ഞാനിപ്പോ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ മോർണിംഗേ വരത്തുള്ളൂ. അപ്പോ റെഡി ആയിട്ട് നിൽക്കട്ടോ. ഞാൻ വന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ അഡ്വക്കേറ്റിനെ കാണാൻ പോവാം. ഇതുവരെ വിചാരിച്ചത് കയ്യിൽ ഒതുങ്ങുന്ന കേസാന്നാ. ഇതിപ്പോ പിടുത്തം വിട്ട്. എന്തായാലും വലിയ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെ വേണ്ടി വരും. നല്ലോണം മനസ്സിലായി. നിന്റെ ഒരു പിരിയല്ല 2 പിരിയും പോയെന്ന്. നിർത്തടി, കൊറേ ആയല്ലോ. ഈ മിയ ആരറിഞ്ഞൂടാന്ന് പറഞ്ഞ് ബൊമ്പത്തിൽ നടത്താൻ തുടങ്ങിയിട്ട്. ഇന്ന് ഈ നിമിഷം ഇവിടെ വെച്ച് ഈ മിയ ആരാന്ന് നീ കാണിച്ചു തന്നിട്ട് പോയേച്ചാ മതി. ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം താ. മതി, നിർത്ത്. നീ ഒരു ഡമ്മി പീസാന്ന് ഈ ഡയലോഗിൽ തന്നെ എനിക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് നിനക്കിപ്പോ എന്താ അറിയണ്ടേ? എന്താ എന്തെങ്ങനെ നോക്കി നിക്കുന്നേ? കാണാന്. ഡീഡി, എങ്ങോട്ടേ പായുന്നേ? നിക്കവിടെ.
ഇഷ്ടമില്ല? കൊമ്പനാണെങ്കിലും പോക്കിരിയാണെങ്കിലും പിടികിട്ടാ പുള്ളിയാണെങ്കിലും ഞാന് റെസ്പെക്ട് കൊടുക്കുന്നു പറയാ. അതായത് ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ. അപ്പൊ അത് പറഞ്ഞതാ. അതൊക്കെ പോട്ടെ. താനിപ്പോ എന്തിനാ എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചേ? താനെ വളഞ്ഞു മൂക്ക് പിടിക്കാതെ കാര്യം പറയാൻ നോക്ക്. എനിക്ക് വീട്ടിലേക്ക് പോകാനുള്ളതാ. ടൈം ആയോണ്ടിരിക്കുന്നേ. അതിന് കാര്യം പറയാനുള്ള ടൈം ഇയാള് തരണ്ടേ? ടോക്കിൽ കയറി വെടിവെച്ച പോലെ വളവളാന്നങ്ങ് സംസാരിച്ചോണ്ടിരിക്കുവല്ലേ? ഇതിലെങ്ങനെ? അത് ഞാനെങ്ങനെയാ? എന്റെ നേച്ചർ എങ്ങനെയാ? എനിക്ക് തന്നെ പോലെ മോന്തിയും കർപ്പിച്ചോണ്ട് വായില് സിമന്റ് ഇട്ട് ഒട്ടിച്ച പോലെ മിണ്ടാതെ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ അത്യാവശ്യം സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ആളാ. തന്നെ പോലെ എന്നെ പോലെ? അല്ല, തന്നെ പോലെ കുറച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലല്ലാന്ന്. വാ തുറന്ന് തന്നെ സംസാരിക്കും. അത് കാണാനുണ്ട്. ഞാൻ വിളിച്ചത് എന്തിനാന്ന് വെച്ചാ, നീ എത്രയ്ക്കും തന്നെ എന്റെ എനിമിയാന്ന് പറഞ്ഞാലും എനിക്ക് നിന്നോട് വെറുപ്പും ശത്രുതയൊക്കെ ഉണ്ടായാലും ഇത് എന്റെ ഹോസ്പിറ്റലാ. ഞാനിവിടെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടാ വർക്ക് ചെയ്യുന്നത്. എന്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പിഴവ് സംഭവിക്കാന്ന് പറഞ്ഞാ അത് എന്റെ ഭാഗത്തുനിന്നും കൂടെ ഉണ്ടായ ഒരു പിഴവ് കൊണ്ട് മാത്രമായിരിക്കും. ഇന്നത്തെ ആ ലിഫ്റ്റിൽ നടന്ന ഫയർ ആക്സിഡന്റിൽ നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഫാമിലിക്ക് ഉത്തരം പറയേണ്ടിയിരുന്നത് ഞാനാ. സോ അങ്ങനൊരു അപകടവും നടന്നിട്ടില്ല. ബട്ട് അത് കരുതി എനിക്കിങ്ങനെ നിസ്സാരാക്കി വിടാൻ പറ്റത്തില്ല. ഇത് എന്റെ ഹോസ്പിറ്റലാ. ഇവിടെ ഒരു മിസ്റ്റേക്സും നടക്കരുതെന്ന് വിചാരിക്കുന്ന ആളാ ഞാൻ. അപ്പോ ഇത്രയും വലിയ പിഴവ് എന്റെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല. അപ്പൊ ഇത് ശരിക്കും ഇവന്റെ ഹോസ്പിറ്റൽ തന്നെയാണോ? സോ ഇതില് ബാധിക്കപ്പെട്ടത് നീയാ. സോ നീ വേണം തീരുമാനം എടുക്കാൻ. നിനക്ക് വേണമെങ്കിൽ ഇത് കേസായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവാം. അതല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ്സ് യുവർ ചോയ്സ്. ഇനിയിപ്പോ പുറത്ത് നിനക്ക് കുഴപ്പമൊന്നും കാണുന്നില്ല. ഇനിയിപ്പോ എന്തെങ്കിലും തകരാറുണ്ടെങ്കിലും ഐ മീൻ ഭാവിയില് ഇനിയിപ്പം നിനക്ക് ഈ ഇഷ്യൂ ലീഗലായിട്ടാണ് കൊണ്ടുപോകേണ്ടതെങ്കിൽ അതിനെ കട്ട സപ്പോർട്ടായിട്ട് ഞാനുണ്ടാവും. കാരണം ഇതെന്റെ ഹോസ്പിറ്റൽ ആയതുകൊണ്ടും അല്ലാന്നുണ്ടെങ്കിൽ നീ എന്റെ എനിമിയതായതുകൊണ്ടോ ഇതിനൊരിക്കലും ഞാൻ നിനക്ക് എതിരായിട്ട് നിൽക്കാൻ പോണില്ല. ഞാനും നിനക്ക് കട്ട സപ്പോർട്ടായിരിക്കും. കാരണം എന്റെ ഹോസ്പിറ്റൽ തന്നെയാണെങ്കിലും ഇത് വലിയൊരു മിസ്റ്റേക്കാ. ഇതിപ്പോ പ്രഗ്നന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ലേഡീസോ അല്ലെങ്കിൽ പ്രായമുള്ളവരോ മക്കളോ അങ്ങനെ ആരെങ്കിലും ലിഫ്റ്റിൽ കുടുങ്ങി എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചിരുന്നെങ്കിൽ എന്നോണ്ടൊരിക്കലും ഇത് താങ്ങാൻ പറ്റത്തില്ല. ലൈഫ് ലോങ് ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്തായിരുന്നേനെ. ഞാന് ഒരാൾക്ക് ജീവൻ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുള്ളൂ. ആരെയും ജീവൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. സോ ഞാൻ പറയേണ്ടത് പറഞ്ഞു. നിനക്ക് ലീഗലായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ എന്റെ എല്ലാ സപ്പോർട്ടും നിനക്ക് ഉണ്ടാവും. അതല്ല നിനക്ക് എന്തെങ്കിലും സെറ്റിൽമെന്റ്സ് ആണ് വേണ്ടെങ്കിൽ അതും മടിക്കാതെ ചോദിച്ചോ. ബാക്കി കാര്യത്തില് നീ ഞാൻ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ കാര്യത്തില് നീ എന്റെ എനിമി ആയതുകൊണ്ട് നിന്നെ കുറ്റപ്പെടുത്താനൊന്നും എനിക്ക് പറ്റത്തില്ല. നീ ചെയ്യാത്തൊരു കാര്യത്തിന് ഞാൻ നിന്നെ റിവെഞ്ച് എടുക്കണം വിചാരിക്കുന്ന തെറ്റാ. കാരണം ഇവിടെ നീയും തെറ്റുകാരനല്ല, നിന്റെ ഹോസ്പിറ്റലും തെറ്റുകാരനല്ല. ഇത് ജസ്റ്റ് ഒരു ആക്സിഡന്റാ. ആക്സിഡന്റ് മാത്രം. ആക്സിഡന്റ് അൺഎക്സ്പെക്റ്റഡാ. എപ്പോ സംഭവിക്കുന്ന ആർക്കും ഉറപ്പില്ല. അതൊക്കെ മുകളിലുള്ളവന്റെ കയ്യിലാ. അപ്പോ ഈ കാര്യത്തില് എനിക്ക് നിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും തോന്നുന്നില്ല. സോ എനിക്ക് ലീഗലായിട്ട് മുൻപോട്ട് പോകാനും താല്പര്യമില്ല. നീ പറഞ്ഞ സെറ്റിൽമെന്റിലും താല്പര്യമില്ല. എനിക്ക് ഈ പ്രശ്നം ഇങ്ങനെ തന്നെ വിടാനാ താല്പര്യം. ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ വേണം നിന്നോട് താങ്ക്സ് പറയാൻ. പക്ഷെ അത് കരുതി ഞാൻ താങ്ക്സ് ഒന്നും പറയത്തില്ല. കാരണം നീ എന്റെ എനിമിയാ. നീ എന്നെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ പോരായ്മയാ. ഞാൻ നിന്നോട് എന്നെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞില്ലല്ലോ. അറിഞ്ഞോ അറിയാണ്ടോ നീ എന്നെ രക്ഷിച്ചു പോയി. അതന്നെ വലിയൊരു ഉപകാരം. സോ എനിക്ക് വേറൊന്നും പറയാനില്ല. സോ നിന്റെ തീരുമാനം ഇതാണോ? യാ, എന്റെ തീരുമാനം ഇതാ. നീ എന്റെ എനിമിയാന്ന് കരുതിയിട്ട് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും റിവെഞ്ച് എടുക്കാൻ ഈ മീനെ കിട്ടത്തില്ല. സോ ഞാൻ പോവാ. ഗുഡ് ബൈ. സോറി ബാഡ് ബൈ. ഇനി എവിടെയും കണ്ടുമുട്ടാതിരിക്കട്ടെ. സെയിം പിച്ച്.